പത്തനംതിട്ട റാന്നിയിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായി ബിന്ദു അമ്മിണി മത്സരിക്കുന്നുവെന്ന രീതിയിൽ ചില പോസ്റ്ററുകൾ പ്രചരിച്ചിരുന്നു. അതിനെതിരെ ഇപ്പോൾ CPM പരാതി നൽകി. എന്തായാലും ഒരു സീറ്റ് ബിന്ദു അമ്മിണി അർഹിച്ചിരുന്നല്ലോ. ഇത് വളരെ രസകരമായ ഒരു വാർത്തയാണ്. വ്യാജ വാർത്തയാണെങ്കിൽ പോലും രസകരമായ ഒരു സംഭവമാണ്. കാരണം ബിന്ദു അമ്മിണിയെ ആദരിക്കേണ്ടതായിരുന്നു ഒരു CPM അല്ലേ? കാരണം പിന്നെ അവരുടെ ഏറ്റവും വലിയ ഒരു ശ്രമത്തിന് എല്ലാവിധ പിന്തുണയും അവരെ കുടുംബം പോലെ നശിപ്പിച്ച് പിന്തുണ കൊടുത്തൊരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. നിയമസഭയിൽ മത്സരിപ്പിച്ചിട്ട് അവരുടെ MLA കൊണ്ടുവരാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വ്യാജ പോസ്റ്റർ വധിച്ചു എന്ന് CPM പറയുന്നുണ്ടല്ലോ. ഇത് പിന്നെ വലിയ കുറ്റമായിട്ടാണ് ഇപ്പോൾ CPM പറയുന്നത്. പരാതിയും കൊടുത്തു. പക്ഷേ ഈ സ്ത്രീയെ അന്ന് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി ഉത്തരവിൻ്റെ മറവിൽ കയറ്റാൻ കാണിച്ച ഉത്സാഹം അതിനവരിപ്പോഴും അവർ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അവർ അത് ചെയ്ത് തെറ്റാണെന്ന് അവർ പറയുന്നില്ല. അതാണ് CPM-ൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അവരുടെ നയങ്ങൾ നടപ്പിലാക്കുക, അല്ലെ അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനുണ്ട് അവരെന്ത് വൃത്തികെട്ട പരിപാടിയും ചെയ്യും. അത് ക്ഷേത്രം ഇപ്പോൾ വലിയ സങ്കടത്തിലാണ്. കാരണം അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ക്ഷണിച്ചിട്ടില്ലെന്ന് വലിയ പരാതിയുണ്ട്. ആവശ്യത്തിന് എന്നെ ഉപകാരപ്പെടുത്താൻ ശ്രമം നടത്തി, ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എന്നെ ഉപേക്ഷിക്കുന്നു എന്നാണ്. അത് ബിന്ദുമണിക്ക് അറിയില്ല പാർട്ടിയുടെ രീതി. അതാണ് CPM-ൻ്റെ രീതി എന്ന് പറയുന്നത്. അവർ ആവശ്യത്തിൽ നന്നായിട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ കറിവേപ്പിലവരെടുത്ത് കളയും. എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിഞ്ഞു പോലും ഇല്ല. അത് പാർട്ടിയുടെ ലൈനാണ്. അത് ബിന്ദുമണിയുടെ കേസിൽ മാത്രമല്ല, പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ കേസ് എടുത്താൽ പോലും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ സംഭവമുണ്ട്. ശിവശങ്കരൻ നമുക്ക് ഓർമ്മയില്ലേ? ശിവശങ്കരൻ പാർട്ടിക്കാരനല്ല, പക്ഷേ എല്ലാവിധ തരികടയ്ക്കും മുഖ്യമന്ത്രി ഓഫീസിൽ കൂട്ടുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പം അദ്ദേഹം എവിടെ? ഒരു വാർത്ത അദ്ദേഹം വെച്ച് കേൾക്കാനുണ്ടോ? പാവപ്പെട്ടവൻ ജയിലിൽ കിടന്നില്ലാരും തിരിഞ്ഞു നോക്കി എന്തെങ്കിലും സഹായം ചെയ്തു. ഇപ്പം എല്ലാവരും അവസാനം ഒത്തുതിരിഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കേണ്ടി ചെയ്തു. പാർട്ടി മെഷീനറി മൊത്തം അയാളാണ് കള്ളൻ എന്നുള്ള രീതിയിലായില്ലേ? അപ്പോൾ സത്യസന്ധനായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ, സംസ്ഥാനത്ത് സീനിയറുള്ള IAS ഉദ്യോഗസ്ഥനെ ഈ പറഞ്ഞ പോലെ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയും അതിനുശേഷം ഈ പറഞ്ഞ പോലെ പിടിക്കപ്പെട്ടു എന്ന് വന്നപ്പോഴത്തേക്ക് പുള്ളിയെ തള്ളിപ്പറയുകയും പിന്നെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു നയം, ഇത് ഒരു ഉദാഹരണമാണ്. ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പിന്നെ CPM-ൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലെ ഏറ്റവും പുതിയ പിന്നെ അവതാരമാണ് ഈ ബിന്ദു അമ്മിണി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ CPM-ന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് കയറ്റയിൽ കൂടി നേരത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണ പാളി മോഷണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ചുകൂടി അവധാനത്തോടെ കാര്യങ്ങൾ ചെയ്യാം. പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആരും ശബരിമലയ്ക്ക് വരില്ല, ഭംഗിയായ സാറിനെ കടത്തിക്കൊണ്ട് പോകാമെന്നുള്ള ഉദ്ദേശവും കൂടി എൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം ഈ ഇവരെ കടത്തിക്കൊണ്ട് പോയതിൽ. അപ്പോൾ അന്ന് ഈ ബിന്ദു അമ്മിണിയും കൂട്ടരും പിന്നെ കേരള പോലീസിൻ്റെ ഭയങ്കര സെക്യൂരിറ്റിയോടുകൂടി ഇന്നിപ്പോൾ ഇവിടെ ഭക്തരെ തല്ലിച്ചതയ്ക്കുന്ന കേരള പോലീസ് വലിയ സുരക്ഷ കൊടുത്ത് ഞങ്ങളുടെ കയറ്റി അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ ഈ മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ഈ സംഭവം കാണിക്കണ്ട, ശരി എതിർപ്പാണെങ്കിൽ നമുക്കത് വേണ്ട, പിന്നീട് ആലോചിച്ച് ചെയ്യാം എന്നൊരു വാക്ക് പറഞ്ഞു. ഏതെങ്കിലും ഒരു CPM നേതാവ് പറഞ്ഞു? ഇല്ല. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ല, അദ്ദേഹം അത് പരിഹാസ രൂപേണ ഒരു പ്രസംഗത്തിൽ പറയുകയാണ്. 2 വനിതകൾ കയറിയപ്പോൾ നിങ്ങൾ ഹർത്താൽ നടത്തി, വീണ്ടും ഒരു വനിത, അന്നൊരു വ്യാജ പ്രചാരണം ഉണ്ടായിരുന്നു, വീണ്ടും ഒരു വനിത കയറി, അപ്പോൾ വീണ്ടും വനിത കയറിയപ്പോൾ നിങ്ങൾക്ക് എന്താ ഹർത്താൽ നടത്താൻ കഴിയുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഒരു പരിഹാസ രൂപേണ അയ്യപ്പ ഭക്തരോട് പിണറായി വിജയൻ ചോദിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയന്റെ താല്പര്യത്തോടാണല്ലോ ഈ പെണ്ണുങ്ങൾ കയറിയെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാം പങ്കുണ്ട്. പലപ്പോഴും ഈ മാധ്യമങ്ങളിലും പലരും പറയുന്നത് ഇതൊന്നും ഒരുപക്ഷെ പിണറായി അറിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞു. ഇദ്ദേഹം അറിയാതെ ഒരു ഇല അനങ്ങില്ല, ഒരു ഈച്ച പറക്കില്ല CPM-നകത്ത്. നമുക്കറിയാമല്ലോ, ഒരു CPM-ൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം CPM-ൻ്റെ സെക്രട്ടറി അല്ല, പിണറായിയുടെ സെക്രട്ടറിയാണ്. പിണറായി എന്ത് പറയുന്നത് അതുപോലെ ചെയ്യണം. അതിനപ്പുറം ഒന്നും ചെയ്യാനുള്ള അധികാരം ഇദ്ദേഹത്തിനില്ല. പുള്ളി കഴിഞ്ഞ അവസാനം കുറേ മണ്ടത്തരം പറയുന്നുണ്ടല്ലോ ഈ സ്വർണം മോഷണവുമായിട്ട് ബന്ധപ്പെട്ട്. അത് പിന്നെ ഞങ്ങൾ പരിശോധിക്കട്ടെ, ഉപ്പ് വെള്ളം കുടിക്കും, പിന്നെ അന്വേഷണം നടക്കുകയല്ലേ, കുറ്റം ആരോപിച്ചിട്ടല്ലേ ഉള്ളൂ, കുറ്റം തെളിഞ്ഞില്ലല്ലോ, കുറ്റം തെളിയട്ടെ, കോടതി വരട്ടെ എന്ന്. നാളെ കോടതി വരുമ്പോൾ ഇവരെന്താ പറയാൻ പോകുന്നത്? കോടതിയിൽ വന്നതല്ലേ ഉള്ളൂ, ശിക്ഷിച്ചില്ലല്ലോ എന്ന് പറയും. ശിക്ഷിക്കാൻ പറയാം ഇത്രയല്ലേ ശിക്ഷിച്ചുള്ളൂ, ഇത് ചെറിയ കാര്യമല്ലേ എന്ന് പറയും. അപ്പോൾ എന്തിനെ ന്യായീകരിച്ച് ഇവർ മെഴുകാൻ മിടുക്കരാണ്. അതുകൊണ്ടാണ് ഇവർ ന്യായീകരണ തൊഴിലാളികളെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇവരെ പൊതുവെ കളിയാക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. അതായത് അപാരമായ തൊലിക്കട്ടിയുമാണ്. എന്ത് ഈ പറഞ്ഞതുപോലെ മണ്ടത്തരവും പറഞ്ഞ് പിന്നെ മാധ്യമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവം, അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണവും മറ്റ് സംഭവങ്ങളുമൊക്കെ വല്ലാത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് CPM. അത് തർക്കമില്ലാത്ത കേസാണ്. നമ്മൾ 2019 ശബരിമല പ്രക്ഷോഭമായിട്ട് പോലെ അല്ല, അന്ന് ഈ പെണ്ണുങ്ങളെ കയറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് അതിലപ്പുറം
കാരണം അല്ല അന്നും വലിയ തിരിച്ചടി ഉണ്ടായല്ലോ 2019 തെരഞ്ഞെടുപ്പിൽ ഒരു കനലായിട്ട് അവസാനിക്കും. അതെ, അതുണ്ടായി. പക്ഷെ അന്ന് രാഷ്ട്രീയമായ ചില പിന്തുണ പല കേന്ദ്രങ്ങളിൽ ഇവർക്കുണ്ടായിരുന്നു. ഉദാഹരണം കോൺഗ്രസ് ഒക്കെ അന്ന് ഈ പറഞ്ഞ പോലെ സമരത്തിൽ വന്നില്ലല്ലോ. അതെ, അവരും മൗനമായിട്ട് അനുവാദം കൊടുക്കുകയായിരുന്നു. പിന്നെ CPM മുസ്ലിം ലീഗ് ഒരു വാക്ക് പറഞ്ഞാൽ അവർ വലിയ വിശ്വാസത്തിന്റെ ആളുകളാണ്, അവരൊന്നും മിണ്ടിയില്ല. അപ്പോൾ മറ്റ് രാഷ്ട്രീയ BJP ഒഴിയുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ അന്ന് CPM ഈ പറഞ്ഞതുപോലെ എന്താണ് മാനസികമായ പിന്തുണ കൊടുത്തിരുന്നു, അവർ പ്രത്യക്ഷത്തിൽ വന്നില്ലെങ്കിൽ പോലും. ഈ അല്ല അത് ആ കാലത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, അത് ഇത് നമ്മൾ പറഞ്ഞാൽ അത് BJPക്ക് ഉപകാരമാകുമെന്നൊരു ചിന്ത. തീർച്ചയായിട്ടും അത് അന്നും ഇന്നും ഉണ്ടല്ലോ. ഈ കോൺഗ്രസിനകത്തും CPM-നകത്തും പിന്നെ കേരളത്തിൽ പറഞ്ഞ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണപ്പെടുക BJPക്കാണ് എന്ന ഒരു അന്ധവിശ്വാസം അവർക്കുണ്ട്. അത് മാറ്റാതെ ഈ രാഷ്ട്രീയ പാർട്ടിയെ കൂടെ ഗുണം പിടിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? BJP ഒരു ഹിന്ദു പാർട്ടിയാണോ? അതിൻ്റെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നല്ലേ. എല്ലാവർക്കും ആളുകളതിലുണ്ടല്ലോ. ഇപ്പോൾ ലീഗിൽ തന്നെ ആൾ വന്നില്ലേ, കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് BJPയിൽ ചേർന്നില്ലേ. അപ്പോൾ അത് ഹിന്ദുവിൻ്റെ പാർട്ടി അല്ലല്ലോ, ധാരണ ക്രിസ്ത്യാനികൾ വരികയല്ലേ, ഒരുപാട് ക്രിസ്ത്യാനികൾ മത്സരിക്കുന്നില്ലേ, പിന്നെ ക്രിസ്ത്യൻ മന്ത്രിയില്ലേ BJPക്ക്, മുസ്ലിം മന്ത്രിയില്ലേ. അപ്പോൾ ഇത് ഒരു ഹിന്ദു പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കുകയും അതുവഴി മുസ്ലിങ്ങളിൽ നിന്ന് വോട്ട് സമാഹരിക്കുകയാണ് ഈ രണ്ട് കൂട്ടരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് മൗനമായ അനുവാദം അന്ന് ഈ കക്ഷികളെല്ലാം കൊടുത്തു. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ പിന്നെ ഭഗവാന്റെ സ്വത്താണ് മോഷ്ടിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ സംഭാവന ചെയ്ത, അദ്ദേഹം സമർപ്പിച്ച പിന്നെ സ്വർണത്തെ ഇവർ ഇളക്കി മാറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവാന്റെ പിന്നെ സ്വത്ത് സംരക്ഷിക്കേണ്ട ആളുകൾ ഇത് ഇളക്കിക്കൊണ്ടുപോയി. അതിൽ CPM-ൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം അതിൽ പെട്ടിരിക്കുന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായൊരു വിഷയം. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. നാളെ ശിക്ഷിച്ചുകൂടായികയില്ല. ഈ തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി കുറ്റപത്രം കൊടുക്കുന്ന സമയത്ത് അത് ശിക്ഷിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ CPM നിൽക്കുക. വലിയ പ്രതിരോധത്തിലാണ്. മാത്രമല്ല ഇലക്ഷൻ ടൈം കൂടാണല്ലോ. ഇപ്പോൾ തദ്ദേശം നടക്കുന്നു, ഏതാനും മാസം കഴിയുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ അലയിൽ അടങ്ങില്ല. കാരണം അന്വേഷണം ഈ പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ കുറ്റപത്രം കൊടുക്കലും അതിൻ്റെ അനുബന്ധമായ അന്വേഷണങ്ങളൊക്കെ ഇനി തുടർ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായിട്ടും ആ സമയത്തെല്ലാം ഒരു ബാക്ക് ഫുട്ട് CPM എടുത്തിട്ട് ഇതിനെ പ്രതിരോധിക്കാനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ഈ കൂനിമേ ഗുരു പോലെ ഇത്തരത്തിലുള്ള വ്യാജ പോസ്റ്റ് അവരെ അതാണ് ഈ ബിന്ദു അമ്മിണിയും പഴയ കാലത്ത് ശബരിമലയെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഞെട്ടി ഉണരുകയാണോ CPM? തീർച്ചയായിട്ടും ഒരു പേടി സ്വപ്നമാണല്ലോ ശബരിമല. അന്ന് ഈ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വേല കാണിക്കാൻ പോയതാണ്. CPM ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇത്രയും വലിയ ഭവിഷ്യത്ത് ഉണ്ടാകുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 ഈ പറഞ്ഞതിൽ കാറ്റ് പിടിച്ചതുപോലെ പിന്നെ കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി. ഒരെണ്ണം അരാവര സംഭവത്തിൽ ജയിച്ച സംഭവം വന്നു. അന്ന് പിന്നെ ഒരു പിടിവള്ളിയായിട്ട് കിട്ടിയതാണ്. അതിനുശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പുകൾ ഏത് പരിശോധിച്ചാലും അല്ലെങ്കിൽ മറ്റ് പൊതു കാര്യങ്ങൾ പരിശോധിച്ചാലും CPM-ന് ഈ ക്ഷയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തകർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിയിൽ ഓർഗനൈസേഷനായിട്ട് ശരി അല്ലെങ്കിൽ ശരി വലിയ ബുദ്ധിമുട്ട് പാർട്ടി കോൺഫ്ലിക്റ്റ് നേരിടുന്നുണ്ട്. പിണറായി വിജയൻ്റെ ഒരു ശക്തമായ ഇടപെടലുണ്ടാണ്. അല്ല അന്ന് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. പാർട്ടിയും അതോടൊപ്പം തന്നെ പല സഖാക്കളും ഇതിനെതിരായിരുന്നു. പക്ഷെ പിണറായി വിജയൻ എന്ന ഒറ്റ സഖാവിന്റെ ഒരു ധാർഷ്ട്യം കൊണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു കയറ്റിയാലേ കഴിയുള്ളൂ എന്നൊരു ധാർഷ്ട്യം കൊണ്ടാണല്ലോ ഈ പ്രശ്നം. തീർച്ചയായിട്ടും അന്ന് ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് വരെ താല്പര്യമില്ലായിരുന്നല്ലോ ഈ കേസിൽ. അതുകൊണ്ടല്ല പത്മകുമാറിന് പറയേണ്ടി വന്നു എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളാരും പോവില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ ഈ CPM-ൽ നിൽക്കുന്ന ആളുകൾ പണ്ടത്തെ പോലെ ഇവർ കരുതി വെച്ചിരിക്കുന്നത് പ്രത്യയശാസ്ത്രം അടിയപ്പെട്ട് ജീവിക്കുന്നവരാണെന്ന്. അത് അങ്ങനെയല്ല എല്ലാവരും. കുറേ ആളുകളൊക്കെ ഈ പറഞ്ഞതുപോലെ അവർ വിശ്വാസത്തോടെ ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അണികളിൽ നേതാക്കളുടെ പക്ഷന്മാരെ അണികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ആ സമയത്തിന് ശേഷം CPM വിട്ടു പോയല്ലോ. പ്രാദേശികമായി ഒരുപാട് ചോർച്ച അതിനുശേഷം CPM-നുണ്ടായി പല ഭാഗങ്ങളിലും. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ സംഭവം ഉണ്ടായി. അതല്ലേ പന്തളത്ത് BJP ഭരണത്തിൽ വന്നു. ഇക്കുറി സ്വാഭാവികമായിട്ട് പത്തനംതിട്ട ജില്ലയിലെ മറ്റു പല സ്ഥലങ്ങളിലും ചിലപ്പോൾ BJP അധികാരത്തിൽ വന്നുകൂടാകയില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കേരളത്തിൻ്റെ ഭരണഭാഗത്തും ഉണ്ടാവും. അപ്പോൾ BJPക്ക് വളക്കൂറ് ഉണ്ടാക്കി കൊടുക്കുന്ന ആര് തന്നെയാണ്? ഈ CPM തന്നെയാണ്. അതിനെ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കൊള്ള നടത്തുക, ഈ ക്ഷേത്രത്തെ നശിപ്പിക്കുക, ക്ഷേത്ര ധ്വംസനം നടത്തുക, അതുവഴി എന്തെങ്കിലും അവിടെയുള്ള സ്വത്തുക്കൾ അടിച്ചുകൊണ്ട് പോവുക, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ബിന്ദു അമ്മിണിയുടെ കേസുള്ള പുതിയ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരും. ഇത് എന്തിനെന്നറിയാമോ? ഇത് ആരെടുത്തിട്ടാലും അവരെ സമ്മതിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇതിനെ ഈ സ്വർണ്ണക്കൊള്ള എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം ആളുകൾ മറന്നു തുടങ്ങിയ ബിന്ദു അമ്മിണിയെ കൊണ്ടിടുന്നത്. അപ്പോൾ അത് ഒരു ഇലക്ഷൻ ചർച്ചയിലേക്ക് വരികയാണ്. 2019 വീണ്ടും ചർച്ചകൾ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ആര് നടത്തിയാലും അതിൻ്റെ പിന്നിലുള്ളത്. ഇത് തിരിച്ചടി ഉണ്ടാകുന്ന ആർക്ക് തന്നെയായിരിക്കും? CPM-ന് ആർക്കായിരിക്കും? അതിന് തർക്കമൊന്നും വേണ്ട. ഇവരുടെ പ്രത്യയശാസ്ത്രത്തിൽ അവർ അല്പം വെള്ളം ചേർത്ത് വിശ്വാസത്തെയും കൂടി സംരക്ഷിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ CPM-നെ ഇനി ആളുകൾ അംഗീകരിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ അവരുടെ സ്ഥാനം ചവിട്ടുവിട്ടയിലായിരിക്കും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.